നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടുക്കാരുടെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഇതിൻ്റെ തോണ്ട്. അപ്പോൾ അതറിഞ്ഞ് വേണം നമുക്ക് പോകാൻ. ഇപ്പം തന്നെ ആണെങ്കിൽ, ഇപ്പോൾ നല്ലപോലെ ഒരു പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്തത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് അതുകൂടെ നിങ്ങൾ പഠിച്ച് പോകണം എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും ഓർത്തോണം, പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു ക്യാപ്സൂൾ ഫോമിലാണ് പഠിക്കുന്നത്. കുറച്ച് പഠിക്കുക, വന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു മനോഭാവം അങ്ങനെ ആവരുത്. ഇത് പ്രത്യേകിച്ച് അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻസുകളെക്കുറിച്ച് എളുപ്പമൊന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. കോഡൊമൈൻ വൈ എന്നുള്ളതാണ് എൻ്റെ ആൻസർ വരുന്നത്. പിന്നെ എക്സ് സ്ക്വയർ ഈസ് 1 1 ആൻഡ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ഫസ്റ്റ് ടൈമിൽ നിന്നൊന്നും വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടായിരുന്നു. മിക്കവരും നമ്മുടെ ഫസ്റ്റ് ടൈം പഠിക്കാതെ സെക്കൻഡ് ടൈം മാത്രം പകുതിയാണ് പഠിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കേട്ടോ. മുഴുവൻ പഠിച്ചിട്ടില്ല, അതിൻ്റെയും പകുതി. അപ്പോൾ നമുക്ക് എഴുതുന്നതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. മാർക്കൊക്കെ ഇപ്പോൾ വരുമ്പോൾ ഇത്തിരി കുറവൊക്കെ ആയിരിക്കും. നിങ്ങളത് കണ്ട് വിഷമിക്കുകയൊന്നും പോകേണ്ട. നിങ്ങൾ നല്ലപോലെ ഇനിയുള്ള സമയം പഠിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ല, ഈ മാർക്കിനെ വെച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ കൂടുതൽ വിഷമിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് സമയം പോകത്തേ ഉള്ളൂ. അതൊക്കെ വിട്ടേര്. എന്തായാലും മാർക്ക് വരും. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരിക്കാം ചിലർക്ക്, അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയം കളയല്ല. രണ്ട്, നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ആണ്, അത് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു നമ്മുടെ, പക്ഷേ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ, പഴയ ഓർമ്മയുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇൻവേഴ്സിൻ്റെ സാധാരണ ക്വസ്റ്റൻ ആയിരുന്നു. മൂന്നാമത്തെ മെട്രിക്സിലെ ആയിരുന്നു. നിങ്ങളത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ എ ജെ = 2i - j. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ അവിടെ ഫോം ചെയ്തിട്ട് ബി അവർ തന്നിട്ടുണ്ട്. എയും ബിയോട് ഇൻറ്റു ചെയ്തൊരു പുതിയ മെട്രിക്സ് ഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. അതും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. അത് സാധാരണ അങ്ങനത്തെ 2x2 ചോദിക്കാറില്ല, 3x3 മാത്രമാണ്. ഇപ്പോൾ ഇതൊരു ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ് 2x2 വന്നത്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ 2x2 സാധാരണ ഒരു പബ്ലിക് എക്സാമിന് വേണ്ടി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 3x3 പഠിച്ചിരിക്കണം. ഇതൊരു ക്രിസ്മസ് എക്സാമിന് 3x3 ചോദിക്കാനുള്ള കാര്യമില്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അതിനെ ഒഴിവാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും വലിയ പ്രശ്നമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ എഡ്ജ് ഓഫ് എ ക്യൂബ്, എക്സ് ക്യൂബ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ റേറ്റ് ആണെന്ന് തോന്നുന്നു. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ദ വോളിയം. അതെ, v = x ക്യൂബ് dv/dx 3x² dx/dt എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അത് സാധാരണ ക്വസ്റ്റ്യനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ തന്ന് ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടേണ്ട രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ്. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വരുന്ന ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഫുൾ മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒത്തിരി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങളോളം നമ്മൾ ഇതേപോലെ ക്ലാസ് കൊടുത്ത് ഒത്തിരി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. 2x × sin of x² + 1. അകത്ത് x², പുറത്ത് 2x, ഡെറിവേറ്റീവ്, അത്രയേ ഉള്ളൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓർഡർ ആൻഡ് ഡിഗ്രി. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് ഇപ്പോഴും വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്, അത് അതിനോട് ബേസ് ചെയ്തുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ആൻഡ് y സോ ദാറ്റ് 2i + 3j ആൻഡ് xi + yj ആർ ഈക്വൽ. അത് ചുമ്മാത്തൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അവിടെ 2i, അടുത്ത എന്താണ് xi, അപ്പോൾ x = 2, അടുത്ത 3j, അടുത്ത yj, y = 3, അത്രേ ഉള്ളൂ. ഒരു മാർക്കേ ഉള്ളൂ. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാലും നോക്കി കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊന്ന് അറിയാവുന്നിടത്തൊന്ന് നോക്കി എഴുതുന്നുണ്ടെന്ന് ഞാൻ വലിയ തെറ്റ് പറയുന്നില്ല, പറ്റുന്നെങ്കിൽ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ്. അത് അവിടെ തന്നിട്ടുണ്ട്. i + 2j + 2k ഡയറക്ഷൻ. കോസൈൻസ് അതറിയാമല്ലോ, അവിടുത്തെ 1 2 2 എന്നാണ് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഫൈൻഡ് dy/dx. 2x + 3y = sin x. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ചുമ്മാ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിവൈഡേഴ്സിനെ എല്ലാം ഒരു സൈഡിലെത്തിക്കുക, ഇല്ലാത്തതിന് അപ്പുറത്തേക്ക് കോമൺ എടുക്കുക, ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, y = e sin x. അത് പക്ഷേ 2 മാർക്കിനൊന്നുള്ള ഇല്ലായിരുന്നു. e sin x ഡെറിവേറ്റീവ് e sin x × sin x 1/√1 - x², അത്രയേ ഉള്ളായിരുന്നു. അത്രയൊന്നും ആവശ്യം അതിനില്ലായിരുന്നു. പിന്നെ അടുത്തത്
ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒരു ക്വസ്റ്റനാണ്. സാധാരണ അത് ഒരു പബ്ലിക് എക്സാമിന് അങ്ങനെ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒരു ക്വസ്റ്റൻ വരാറില്ല. അവിടെ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വന്നേക്കുന്നത് നോക്കട്ടെ, ക്വസ്റ്റൻ എടുക്കട്ടെ. പിന്നെ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഡിക്രീസിങ്. അത് സാധാരണ ഒരു കൊച്ചു ക്വസ്റ്റന് ഒത്തിരി ഒന്നും ചെയ്യാനില്ല. ഡെറിവേറ്റീവ് എടുക്കുക, ആ ഇൻ്റർവെൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. 11 ശ്രദ്ധിക്കാനുണ്ട്. കാരണം അതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ്. അതിൻ്റെ മാക്സിമ, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ കണ്ടുപിടിക്കാൻ ഇത്തിരി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുട്ടികൾക്ക്. ഒരു 3rd ഡിഗ്രി വരെയൊക്കെ കൂടുതൽ ചോദിക്കാറുള്ളത്. 4th ഡിഗ്രിയുടെ വരുമ്പോൾ ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, 12 വളരെ വളരെ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആരുമേ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ഈ വർഷങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കാറില്ലായിരുന്നു, പഠിക്കാനില്ല എന്നുള്ള ഒരു രീതിയിൽ കൂടെ കിടന്നിരുന്നൊരു ക്വസ്റ്റനാണ്. y ഈക്വൽ e റൈസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റുകളാണ്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല. ഐ എന്നൊക്കെ കൊടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റനാണ്. എന്നിട്ട് രണ്ട് തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐ പിന്നെയും വരും. അതിപ്പുറത്ത് കൊണ്ടുവന്ന കോമണൊക്കെ കുറച്ച് പരിപാടികൾ, അത്രേ ഉള്ളൂ. അത് എക്സാമിന് സാധാരണ വരുന്നതല്ലായിരുന്നു. പക്ഷെ 4 മാർക്കിനാണ് സിംഗിൾ ക്വസ്റ്റൻ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അത് നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റനാണ്. 13 പിന്നെ ക്വസ്റ്റനൊന്നും കുഴപ്പമില്ല. ഏരിയയുടെ ഫോർമുല ചോദിച്ചേക്കുന്നു, പരാബോളയുടെ ഏരിയ ചോദിച്ചേക്കുന്നു. 14 ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ മീൻസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടോപ്പ് മോസ്റ്റ് ക്വസ്റ്റനാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റനാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എക്സാമിന് എല്ലാ വർഷങ്ങളിലും അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അപ്പോൾ അവനെ നിങ്ങൾ പഠിച്ചോണം. 15ാമത്തെ ക്വസ്റ്റന് സാധാരണ ക്വസ്റ്റനാണ്. എയും ബി നിന്നിട്ട് എ ഡോട്ട് ബി, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നെക്സ്റ്റ് എന്താണ് പ്രൊജക്ഷൻ. എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഞാൻ എപ്പോഴും പറയാനുള്ള വെക്ടർ. അവിടെ നിന്ന് വന്നേക്കുന്നത് സാധാരണ ക്വസ്റ്റൻ. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് 100 ആണ്, മറന്നുപോലെ കേട്ടോ. നെക്സ്റ്റ് ഡയറക്ഷൻ, അതും പിന്നെ ഡയറക്ഷൻ കൊസൈൻസ് ചോദിക്കുന്ന 2 പോയിൻറ്റ്സിനെ തന്നിട്ട്. അപ്പോൾ നമ്മൾ 2 പോയിൻറ്റ്സിനെ തന്നിട്ട് ഡയറക്ഷൻ റേഷ്യോസിനെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ് x2 - x1, y2 - y1, z2 - z1 കൂടെ ഡയറക്ഷൻ റേഷ്യോസിനെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ 17ാമത്തെ ക്വസ്റ്റൻ തൊട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. അത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ 1/quadratic ആണ്. അവിടെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. റൂട്ടിനുള്ളൊരു മൈനസ് കണ്ട x² കൂടെ. അവൻ പ്രശ്നക്കാരനാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റനാണ് കേട്ടോ. പിന്നെ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സാധാരണ ക്വസ്റ്റൻ തന്നെയാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 18ാമത്തെ ഹോമോജീനിയസ് ആണ്. അതൊന്നും ഒത്തിരി പേര് കണ്ടിട്ട് പോലുമില്ല. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഏറ്റവും കൊച്ചു ക്വസ്റ്റൻ ചോദിച്ചിട്ട് അതിലും ചെറിയൊരു പ്രോബ്ലം ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഏറ്റവും സ്മോളസ്റ്റ് പ്രോബ്ലമാണ് അവിടെ വന്നേക്കുന്നത്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ പാർട്ട് എ. അത് അത്രയും ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ടൊന്നും സംഭവമില്ല കേട്ടോ. 6 മാർക്കിൻ്റെ ക്വസ്റ്റനൊന്നും ഇല്ല. ഏറ്റവും ചെറിയ ക്വസ്റ്റൻ. അത് ഒരിക്കലും നിങ്ങളൊരു പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ട. അത്രയും അങ്ങനെ ആ ക്വസ്റ്റ്യൻ എക്സാമിന് 6 മാർക്കിന് ഒരിക്കലും പബ്ലിക് എക്സാമിന് വരില്ല. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അവിടെ ഐ ക്രോസിൻ്റെ ഒരു ചെറിയൊരു റിസൾട്ടായിരുന്നു അവിടെ വന്നേക്കുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റനാണ്. എയും ബിയും തന്നിട്ട് a+b ആൻഡ് a-b. നെക്സ്റ്റ് എന്താണ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു a+b ആൻഡ് a-b. a+bയുടെ a-bയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ക്രോസ് കണ്ടുപിടിക്കുക, മോളസ് കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റൻ ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അത് സാധാരണ ക്വസ്റ്റനാണ്. 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. മറ്റൊരു പ്രശ്നം അത് 2 പോയിൻറ്റ് ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ പഠിക്കാനില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ 4 മാർക്ക്. അത് പബ്ലിക് എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻസുകളും പ്രതീക്ഷിക്കേണ്ടാത്ത മീൻസ് പ്രതീക്ഷിച്ചിരുന്ന അല്ലാത്ത ക്വസ്റ്റനും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില പ്രോബ്ലംസുകൾ നമ്മുടെ പല ടീച്ചേഴ്സും സ്കൂളിൽ പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് കാണത്തില്ല, ഇത് വരും എന്നുള്ളൊരു പ്രതീക്ഷ കാണുന്നില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം എല്ലാം ഒന്ന് കവർ ചെയ്ത് പഠിച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കാണിക്കുന്നത്. ഓക്കെ, മാക്സിമം അപ്പം എല്ലാവരും പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ റെഗുലറായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ ഞാൻ പറഞ്ഞു മാത്സിൻ്റെ കാര്യം അടിപൊളിയാക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.